നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനിടെ ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഇറാഖിൽ കുടുങ്ങി 4 മലയാളികൾ. മലപ്പുറം വള്ളിക്കുന്നിനടുത്ത് കുപ്പിവളവ് സ്വദേശികളായ മുഹമ്മദ് റഫീഖ്, ഭാര്യ നൌറിൽ സമദ്, മുഹമ്മദ് ഷഫീഖ്, ഭാര്യ സൗഫിയ ഫാത്തിമ എന്നിവരാണ് ഇറാഖിലെ ബദർ സലാം ഷെറയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഒമാനിൽ യാത്ര ചെയ്യുന്ന ഇവർ ബക്രീദിന് ശേഷം വിനോദയാത്രയ്ക്കായി ഇറാനിലേക്ക് പോയതാണ്. ടെഹ്റാനിൽ നിന്ന് തിരികെ പോകാനായി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ഇസ്രായേലിന്റെ ആക്രമണ വാർത്ത വന്നത്. വിമാനത്താവളം ഒഴിപ്പിച്ചപ്പോൾ ഇവർ ഇറാനിലെ ഒമാൻ എംബസിയിൽ അഭയം തേടി. അവിടെ നിന്ന് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടെങ്കിലും 2 ദിവസം അവധിയായതിനാൽ ആളില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് അവർ അറിയിച്ചു. ഒമാൻ എംബസിയിൽ അഭയം തേടിയിരുന്ന ഒമാനികളായ പരിചയക്കാർക്കൊപ്പം അവിടെ നിന്നിറങ്ങി. ഇറാഖ് അതിർത്തിയിലൂടെ ഒമാനിലേക്ക് എത്താമെന്നാണ് കരുതിയതെങ്കിലും ഇറാഖ് അതിർത്തിയിൽ ഇവർ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യൻ എംബസി ഇടപെട്ടാലേ ഇവർക്ക് സുരക്ഷിതമായി നാട്ടിലെത്താനാകൂവെന്ന് അവരും കുടുംബാംഗങ്ങളും വള്ളിക്കുന്ന് MLA പി അബ്ദുൾ റഹീമിനെ അറിയിക്കുകയായിരുന്നു. അടിയന്തരമായി ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് MLA മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയിട്ടുണ്ട്.